ാണ് റഷ്യ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് കയറി അടിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം മുന്നിലിരിക്കെ കേഴ്സ്ക് ഭാഗം വീണ്ടെടുത്തതിൽ, അതായത് ഈ കേഴ്സ്ക് എന്ന് പറഞ്ഞ ഭാഗം ഉക്രൈൻ കുറച്ചുനാൾ ഇങ്ങനെ കൈവശപ്പെടുത്തി വെച്ചിരുന്നു റഷ്യയുടേത്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ചെച്ചന്യ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ ഇറക്കി, അതുപോലെ തന്നെ നോർത്ത് കൊറിയയിൽ നിന്ന് സോൾജേഴ്സിനെ ഇറക്കിയിട്ടാണ് ഈ കേഴ്സ്ക് ഭാഗം റഷ്യ തിരിച്ചു പിടിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു നന്ദി പ്രകടനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ വീണ്ടും ഒരു 6000 സോൾജേഴ്സിനെ നോർത്ത് കൊറിയ റഷ്യയിലേക്ക് ഇപ്പം സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നോർത്ത് കൊറിയയിലേക്ക് ഇന്ന് രാവിലെ റഷ്യൻ ഫോറിൻ മിനിസ്റ്റർ സെർഗേ ലാവ്റോ ഇന്ന് പോയി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പ്യോങ്യോങ്ങിൽ ഇറങ്ങി നല്ല രീതിയിലുള്ള സെലിബ്രേഷൻ, അതായത് കൂടുതൽ ഡിഫൻസ് കോപ്പറേഷൻ. A powerful alliance is deepening, and the focus is on Kim Jong-un's North Korea and Vladimir Putin's Russia. During a rare diplomatic visit, Russian Foreign Minister Sergei Lavrov traveled to North Korea and made headlines by saying Russia respects Pyongyang's nuclear ambitions. Lavrov's 3-day visit began in the resort city of Wonsan, where he met with North Korea's Foreign Minister Cho Sun-hui. The message was clear: Russia stands with North Korea. We have been long-standing neighbors and good partners with the Democratic People's Republic of Korea, and with the signing of a new treaty in June last year in Pyongyang, we are allies. അതായത് ഇനി നോർത്ത് കൊറിയയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുന്നെങ്കിൽ റഷ്യ യാതൊരു ഉപാധികളും കൂടാതെ ഇറങ്ങും. അതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്നുള്ള നിലയിൽ തന്നെയാണ് ഈ ഒരു ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് വ്ളാഡിമിർ പുടിൻ നോർത്ത് കൊറിയ സന്ദർശിച്ച സമയത്തും ഇതേപോലെ പല എഗ്രിമെന്റുകളും സൈൻ ചെയ്ത് ബേസിക് എഗ്രിമെന്റുകളാണ് സൈൻ ചെയ്തത്. അതിന്റെ പേരിലാണ്, ആ ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് നോർത്ത് കൊറിയ അത്രയും സോൾജേഴ്സിനെ അവർ റഷ്യക്ക് വേണ്ടിയിട്ട് കയറ്റി അയച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ട് സോൾജേഴ്സിനെ കയറ്റി അയക്കാന്ന് പറഞ്ഞാൽ അത് അത്ര ചില്ലറ കാര്യമല്ല. അങ്ങനെ ആരും ചെയ്യത്തുമില്ല. ആയതുകൊണ്ട് ഒരു ഏകാധിപതി ഭരിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം ചോദിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ധൈര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് കാര്യങ്ങൾ. അല്ലാതെ ഒരു ജനാധിപത്യ രാജ്യമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നോർത്ത് കൊറിയയല്ല, ഒരു രാജ്യത്തു നിന്നും ആർക്കും ഇങ്ങനെ സോൾജേഴ്സിനെ കയറ്റി അയക്കാൻ പറ്റില്ല. ഇത് എക്സ്പോർട്ട് സർവീസ് ചെയ്യുന്ന രീതിയിലാണ് നോർത്ത് കൊറിയ കിം ജോങ് യുൻ ഈ സോൾജേഴ്സിനെ കയറ്റി അയച്ചത്. അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്തത്, മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവൻ വെടിയുന്നതും യുദ്ധം നടത്തുന്നതും. റഷ്യ നോർത്ത് കൊറിയ ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്.